ഞാനിന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ജേർണിയെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് 2018 ആ ഒരു ആദ്യ സമയത്താണ് ഞാൻ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് വരുന്നത്. മെയിൻലി ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ട്രെയിനറായിട്ടാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനർ എന്ന ഒരു നിലയിലാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് വരുന്നത്. സോ ട്രെയിനർ എന്ന നിലയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്കൊരു ട്രെയിനർ ആകാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ ഞാൻ ഇതിനെപ്പറ്റി വലിയ നോളജ് ഒന്നും ഇല്ലാതെ തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ട്രെയിനർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ലിമിറ്റേഷൻസ് നേരിട്ടായിരുന്നു. സോ അതൊക്കെ ഓവർകം ചെയ്തത് പല സോഴ്സ് വഴിയാണ് ഞാനതൊക്കെ ഓവർകം ചെയ്തത്. സോ അതൊക്കെ എങ്ങനെയാണെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയോട് പറയാനായിട്ട് പോകുന്നത്. സോ ഞാനിങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരുപാട് ട്രെയിനിങ് വീഡിയോസുകൾ ഒക്കെ ഞാൻ കൂടുതൽ യൂട്യൂബിൽ നിന്നാണ് കൂടുതലും വീഡിയോസുകൾ കണ്ടുകൊണ്ടിരുന്നത്. യൂട്യൂബിൽ ഒരുപാട് ചാനൽസ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ ഉള്ള ചാനൽസുകൾ, അതുപോലെ ഹിന്ദിയിലുള്ള ചാനലുകളൊക്കെ ഒരുപാട് കണ്ടാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കൂടുതൽ പഠിച്ചുകൊണ്ടിരുന്നത്. സോ ഒരുപാട് ചാനൽസ് ഉണ്ടായിരുന്നു, ഒരുപാട് ചാനൽസ് യൂസ് ചെയ്തുകൊണ്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഡിജിറ്റൽ ദീപക് അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ചാനൽസുകൾ, യൂട്യൂബ് ചാനലുകൾ അവൈലബിൾ ആയിരുന്നു. സോ അതൊക്കെ യൂസ് ചെയ്ത് ഞാൻ പഠിച്ചു. അതോടൊപ്പം തന്നെ ഫ്രീ സോഴ്സുകളെല്ലാം മാക്സിമം യൂസ് ചെയ്തിരുന്നു. അതായത് നമുക്ക് ഗൂഗിളിൽ തന്നെ ഡിജിറ്റൽ ഗ്യാരേജ്, ഡിജിറ്റൽ അൺലോക്ഡ് അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് കോഴ്സസുകൾ, നമുക്ക് ഹബ്സ്പോട്ടിൻ്റെ കോഴ്സുകളൊക്കെ നമുക്കുണ്ടായിരുന്നു. സോ ആ കോഴ്സുകളൊക്കെ ഞാൻ ചെയ്തു. അങ്ങനെയാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നതിനെ പറ്റി ഒരു ബേസിക് നോളജ് ഒക്കെ ബിൽഡ് ചെയ്ത് എടുത്തത്. സോ അതിനുശേഷം എങ്കിലും ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വളരെ കുറവായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ആ സമയത്ത് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വളരെയധികം കുറവായിരുന്നു. സോ ആ സമയത്താണ് കൂടുതലും ഫ്രീലാൻസ് ആയിട്ട് വർക്കുകൾ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്കുകളൊക്കെ കൂടുതൽ ചെയ്ത് ആദ്യം മെറ്റ ആഡ്സുകൾ നന്നായിട്ട് ചെയ്തു. മെറ്റ ആഡ്സ് മെയിനായിട്ടുള്ള ലീഡുകൾ, ട്രാഫിക്, റീച്ച് ഇങ്ങനെയുള്ള ആഡ്സുകളൊക്കെ ചെയ്ത് അതിൻ്റെ മെറ്റയുടെ ആൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ പഠിച്ചതിന് ശേഷം ഗൂഗിൾ ആഡ്സിൽ സെർച്ച് ക്യാമ്പയിൻസ് അങ്ങനെയുള്ള ക്ലയൻസിന് വേണ്ടിയിട്ട്, അതൊക്കെ ഏത് ക്ലയൻസാണ് റിക്വയർമെൻറ്റ് വേണ്ടി വരുന്നത് അവരെ കോൺടാക്ട് ചെയ്തതിന് ശേഷം അവർക്ക് വേണ്ടിയിട്ട് ഫ്രീലാൻസ് ആയിട്ടൊക്കെ മുകളിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് ഗൂഗിൾ ആഡ്സിലൊക്കെ ഒന്ന് പഠിച്ച് എടുത്തത്. അപ്പോൾ ഇങ്ങനെ ആണ് ഫ്രീലാൻസ് എന്ന് പറയുന്ന ആ ഒരു ഇതിലൂടെയാണ് ഇത് പഠിച്ചിരുന്നത്. കൂടുതലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ യൂസ് ചെയ്തിരുന്ന സോഴ്സ് എന്ന് പറയുന്നത് യൂട്യൂബ് തന്നെയായിരുന്നു. യൂട്യൂബിൽ ഒരുപാട് വീഡിയോസുകൾ കണ്ടുകൊണ്ടാണ് ആ ഡിജിറ്റൽ മാർക്കറ്റിങ്, അതിപ്പം ഗൂഗിൾ ആഡ്സ് ആണെങ്കിലും മെറ്റ ആഡ്സ് ആണെങ്കിലും എന്ത് ടൈപ്പ് ആഡ്സുകളാണെങ്കിലും അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് യൂട്യൂബ് നിന്നാണ്. അതിനുശേഷം ഒരുപാട് കണക്ഷൻസ് ബിൽഡ് ചെയ്ത് ഒരുപാട് എക്സ്പേർട്ടുമായിട്ടൊക്കെ കണക്ഷൻ വന്നു. സോ അവരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിൽ നിന്നും ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്താണ് ഈ ഒരു ഇതിലേക്ക് വന്നത്. അപ്പോൾ ഞാനിവിടെ കൂടുതലും യൂസ് ചെയ്തിരുന്ന സോഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്രീ സോഴ്സ് തന്നെയായിരുന്നു. യൂട്യൂബ് അല്ലെങ്കിൽ ഗൂഗിളിൽ തന്നെ മറ്റ് കോഴ്സസുകൾ, ഈ ഡിജിറ്റൽ ഗ്യാരേജ്, അൺലോക്ഡ്, ഹബ്സ്പോട്ടിൻ്റെ കോഴ്സുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് വന്നത്. പിന്നെ ഫ്രീലാൻസ് മോഡിൽ ഒരുപാട് വർക്കുകൾ എടുത്തതിന് ശേഷം അത് വർക്ക് ചെയ്ത് കൊടുത്ത് അവർക്ക് റിസൾട്ട് കൊടുക്കുന്ന രീതിയിലേക്കുള്ള ആ ഒരു ലെവലിലേക്ക് വരെ വളർന്ന് അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസിലേക്ക് ഞാൻ കൂടുതലായിട്ടും വന്നത്. അതിനുശേഷമാണ് ട്രെയിനർ എന്ന നിലയിലേക്ക് കൂടുതൽ എനിക്ക് വളരാനായിട്ട് സാധിച്ചത്. അതായത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് വർക്കിലൂടെ, അതായത് വർക്ക് ചെയ്ത് കൊടുക്കുന്നതിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുവാനായിട്ട് സാധിച്ചു. സോ 2018 ശേഷം പിന്നെ ഒരുപാട് മറ്റ് കമ്പനീസ്, ഫ്രീലാൻസ് മാത്രമല്ല മറ്റ് കമ്പനികളിലൊക്കെ വർക്ക് ചെയ്ത് അതിനുശേഷം മെറ്റ ആഡ്സും ഇതുപോലുള്ള ഗൂഗിൾ ആഡ്സിലും അതോടൊപ്പം തന്നെ എസ് സിഒയിൽ വർക്ക് ചെയ്തു. എസ് സിഒയിൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനൊക്കെ 6 മാസം ഒക്കെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനിൽ വർക്ക് ചെയ്തപ്പോൾ 6 മന്ത് 8 മന്ത്സ് ആ ലെവലിലൊക്കെ വർക്ക് ചെയ്തപ്പോഴൊക്കെ ഓരോ കീവേഡ്സിനും റാങ്കിങ്ങിലേക്ക് അതിന് ഉള്ളിൽ തന്നെ ഒക്കെ റാങ്ക് ചെയ്യിച്ചിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ എസ് സിഒയിലും സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്തു. ആ വെബ്സൈറ്റിൽ ആദ്യം സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്തു. അതായത് സ്വന്തം വെബ്സൈറ്റ് ബിൽഡ് ചെയ്തതിന് ശേഷം അതിൽ നന്നായിട്ട് ഓൺ പേജ് എസ് സിഒയും അതോടൊപ്പം തന്നെ ബ്ലോഗും ഓഫ് പേജ് എസ് സിഒ ഒക്കെ ചെയ്ത് അതിനെ ഒരു ടോപ്പിലെത്തിച്ചു. അങ്ങനെ ഒരു സ്വന്തമായിട്ട് തന്നെ ഒരു എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്തെടുത്തുകൊണ്ടാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എസ് സിഒയിലേക്ക് വരുന്നത്. അതിനുശേഷം ഒരുപാട് ക്ലയൻസിന് വേണ്ടിയിട്ട് ഇതുപോലെ വർക്ക് ചെയ്തതിന് കൊടുത്തതിന് ശേഷം ഇങ്ങനെയാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനിലൊക്കെ ഞാൻ വന്നത്. സോ എല്ലാത്തിനും തുടക്കം സ്വന്തമായിട്ട് തന്നെ ഓരോ സോഴ്സുകൾ കണ്ടുപിടിച്ച് അതിലൂടെയായിരുന്നു വർക്ക് ചെയ്ത് കയറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വർക്ക് ചെയ്തതിന് ശേഷമാണ് മറ്റ് ക്ലയൻസിൻ്റെ ഫ്രീലാൻസ് മോഡിലൊക്കെ വർക്ക് ചെയ്ത് മറ്റ് കമ്പനികളിലൊക്കെ വർക്ക് ചെയ്തത്. സോ ഇങ്ങനെ
ആയിരുന്നു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ആ ഒരു തുടക്ക സമയത്ത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഞാൻ വർക്ക് ചെയ്ത് കൊണ്ടിരുന്നത്. സോ ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. സോ നിങ്ങൾക്കും ഇങ്ങനെ ഇതുപോലുള്ള ഫ്രീ സോഴ്സുകൾ ധാരാളം യൂസ് ചെയ്തുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. പെർഫോമൻസ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഗ്രോത്ത് മാർക്കറ്റിംഗ് അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് മാർക്കറ്റിംഗ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസ്മെൻറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. സോ അതിലൊക്കെ നമുക്ക് വളരണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലുള്ള ഫ്രീ സോഴ്സസ് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല നമുക്ക് ഒരുപാട് പെയ്ഡ് കോഴ്സസ് ഒക്കെ നമുക്ക് കിട്ടും. സോ അതൊക്കെ ബൈ ചെയ്താലും നിങ്ങൾക്ക് നന്നായിട്ട് ഇത് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. എങ്കിൽ പോലും ഇതുപോലുള്ള യൂട്യൂബ് അല്ലെങ്കിൽ മറ്റ് ഗൂഗിളിൻ്റെ കോഴ്സസ്, ഹബ്സ്പോട്ടിൻ്റെ കോഴ്സസ് ഒക്കെ നമുക്ക് ബൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഫ്രീ ആണ്. അതൊക്കെ ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് ബൈ ചെയ്യാം. അതൊക്കെ ബൈ ചെയ്തതിന് ശേഷം അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സോഴ്സ് ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ അത് പഠിക്കാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ ഒരു തുടക്കം, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു തുടങ്ങാവുന്നതാണ്. സോ ഇത് നിങ്ങളുടെ കരിയറിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫ്രീലാൻസ് മോഡിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. ഇന്ന് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖല തന്നെയാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നിങ്ങൾക്ക് ഒരുപാട് കമ്പനീസുകൾ ഇപ്പോൾ ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട്. സോ ഇതിൽ നിങ്ങൾ കൂടുതൽ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നു, അതിന് SEO ചെയ്യുന്നു, അതിനെ റാങ്കിങ്ങിൽ എത്തിക്കുന്നതൊക്കെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയ്ക്ക് ഒരുപാട് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ മെറ്റയിലാണെങ്കിലും ഗൂഗിൾ സെർച്ച് ആഡ്സിലാണെങ്കിലും അതൊക്കെ നന്നായിട്ട് പഠിച്ചതിന് ശേഷം ക്ലയൻറ്റിനെ നിങ്ങൾ കണ്ടെത്തി ആ ഒരു ക്ലയൻറ്റിന് വേണ്ടി വർക്ക് ചെയ്ത് അവർക്ക് റിസൾട്ട് എടുത്തു കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മേഖല അല്ലെങ്കിൽ ആ ഒരു ഏരിയ പെയ്ഡ് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി പഠിക്കാനായിട്ട് സാധിക്കും. സോ ഫ്രീ സോഴ്സസ് നന്നായിട്ട് മാക്സിമം യൂസ് ചെയ്യുക. യൂട്യൂബ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഗൂഗിളിൻ്റെ, ഹബ്സ്പോട്ടിൻ്റെ ഒക്കെ ഓരോ കോഴ്സസ് ഉണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ബ്ലോഗുകൾ വായിച്ച്, സെർച്ച് എഞ്ചിൻ ജേണൽ, സോഷ്യൽ മീഡിയ എക്സാമിനർ അങ്ങനെയുള്ള ഒരുപാട് ജേണൽ, അതുപോലെയുള്ള ഒരുപാട് ബ്ലോഗുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയി ഗൂഗിളിൽ ലഭിക്കും. സോ അതൊക്കെ വായിച്ചുകൊണ്ട് നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരുപാട് നോളജ് വായിച്ച് അറിവ് നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിൽ കൂടുതൽ ഗ്രോത്തിലേക്കൊക്കെ പഠിച്ചുകൊണ്ട് മുന്നേറാനായിട്ട് സാധിക്കും.